+1 മാത്തമാറ്റിക്സിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാ കുട്ടികൾക്കും സ്വാഗതം. പ്രാക്ടിക്കൽ പ്രോബ്ലംസ് എന്ന് പറയുന്ന കാര്യമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അതിൻ്റെ കണ്ടിന്യൂവേഷനാണ് ഈ ക്ലാസ് വരുന്നത്. അപ്പോൾ തൊട്ട് മുന്നത്തെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന വീഡിയോ ഒബ്സർവ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 9 ക്വസ്റ്റ്യൻസുകളാണ് ചെയ്ത് കഴിഞ്ഞത്. ഇവിടെ നമ്മൾ 10ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവുകയാണ്. ആ ക്വസ്റ്റ്യനാണ് ബോർഡിൽ എഴുതിയിരിക്കുന്നത്. എന്താണ് അവിടെ ചെയ്യാനുള്ളത് എന്നുള്ളതൊന്ന് പരിശോധിക്കാം. ഇൻ എ ഗ്രൂപ്പ് ഓഫ് 65 പീപ്പിൾ, കുറച്ച് ആൾക്കാരുണ്ട്, അതിൽ ആകെ 65 പേരാണ് ഉള്ളത്. 40 ലൈക്ക് ക്രിക്കറ്റ്, അതിൽ 40 പേർക്ക് ക്രിക്കറ്റ് ആണ് ഇഷ്ടം. 10 ലൈക്ക് ബോത്ത് ക്രിക്കറ്റ് ആൻഡ് ടെന്നീസ്, 10 പേർക്ക് ക്രിക്കറ്റും ടെന്നീസും ഒരുപോലെ ഇഷ്ടമാണ്. ഹൗ മനി ലൈക്ക് ടെന്നീസ് ഓൺലി ആൻഡ് നോട്ട് ക്രിക്കറ്റ്, ക്രിക്കറ്റ് ഇഷ്ടപ്പെടാതിരിക്കുകയും ടെന്നീസ് മാത്രം ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന എത്ര പേരുണ്ട്, ടെന്നീസ് മാത്രം ഇഷ്ടപ്പെടുന്ന എത്ര പേരുണ്ട്. ഇങ്ങനെ 2 കാര്യങ്ങളാണ് നമുക്കിവിടെ കണ്ടുപിടിക്കാനായിട്ട് ഉള്ളത്. ഗിവൺ കണ്ടീഷൻസുകൾ എന്തൊക്കെയാണ്? n ഓഫ് സി എന്ന് പറയുന്നത് 40, n ഓഫ് സി ഇന്റർസെക്ഷൻ ടി എന്ന് പറയുന്നത് 10, n ഓഫ് സി യൂണിയൻ ടി എന്ന് പറയുന്നത് 65. നമുക്കറിയാവുന്ന ഫോർമുല ഏതാണ്? n ഓഫ് സി യൂണിയൻ ടി ഈക്വൽ ടു n ഓഫ് സി പ്ലസ് n ഓഫ് ടി മൈനസ് n ഓഫ് സി ഇന്റർസെക്ഷൻ ടി. n ഓഫ് സി യൂണിയൻ ടി എന്ന് പറയുന്നത് എത്രയാണ്? 65 ഈക്വൽ ടു n ഓഫ് സി എന്ന് പറയുന്നത് 40 പ്ലസ് n ഓഫ് ടി എന്ന് പറഞ്ഞ കാര്യം നമുക്കറിയില്ല, അതുകൊണ്ട് അങ്ങനെ തന്നെ എഴുതി. n ഓഫ് സി ഇന്റർസെക്ഷൻ ടി എന്ന് പറയുന്നത് 10 ആണ് വരുന്നത്. അതായത് 65 is equal to 30 plus n of t. Therefore, n of t equal to 65 minus 30, which is equal to 35. ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത് ടെന്നീസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ എണ്ണമാണ് 35 എന്ന് പറഞ്ഞ് കിട്ടിയിരിക്കുന്നത്. അതായത് രണ്ടാമത്തെ കേസാണ് കിട്ടിയിരിക്കുന്നത്. ഹൗ മെനി ലൈക്ക് ടെന്നീസ് എന്ന് പറഞ്ഞ ആശയമാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ടെന്നീസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എണീറ്റ് നിൽക്കാൻ പറയുകയാണ്. എന്നിട്ട് നമ്മൾ കൗണ്ട് ചെയ്യാണ്, ഇത്ര ആൾക്കാരുണ്ട് എന്ന് പറഞ്ഞ് നോക്കുകയാണ്. അങ്ങനെ നോക്കുമ്പോൾ കിട്ടുന്നതാണ് ഈ 35 എന്ന് പറയുന്ന ആൻസർ. ഇതുപോലെ നമ്മൾ ക്രിക്കറ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരത്ത് എണീറ്റ് നിൽക്കാൻ വേണ്ടി പറയും. അങ്ങനെ നോക്കുമ്പോൾ കിട്ടുന്ന നമ്പറാണ് 40 എന്ന് പറയുന്ന ആശയം കിട്ടുന്നത്. ഇവിടെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, രണ്ടും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ എത്ര ഉണ്ട്? 10 പേരുണ്ട്. അപ്പോൾ ശ്രദ്ധിക്കുക, ടെന്നീസ് മാത്രം ഇഷ്ടപ്പെടുന്ന ആൾക്കാരത്ത് നീച്ചിക്കാൻ പറയുന്ന സമയത്ത് എന്ത് ചെയ്യും? ഈ 10 ആൾക്കാർ കൂടി എവിടെ ഉണ്ടായിരിക്കും? ഈ 35 പറഞ്ഞ ആശയത്തിൽ ഉണ്ടായിരിക്കും. അതുപോലെ ക്രിക്കറ്റുമാർക്ക് ഒരുപോലെ ഇഷ്ടമാണ്. n ഓഫ് സി എന്ന് പറയുന്നത് 40 എന്ന് പറഞ്ഞ് നമ്മൾ എഴുതിയിട്ടുണ്ട്. അവിടെയും എന്തുണ്ടായിരിക്കും? ഈ 10 ഉൾപ്പെടുന്നുണ്ടായിരിക്കും. നമുക്കിവിടെ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് എന്താണ്? ഹൗ മെനി ലൈക്ക് ടെന്നീസ് ഓൺലി ആൻഡ് നോട്ട് ക്രിക്കറ്റ്. n ഓഫ് ടി മൈനസ് സി, അതായത് n ഓഫ് ടി ഓൺലി. n ഓഫ് ടി ഓൺലി കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? n ഓഫ് ടിയിൽ നിന്നും n ഓഫ് സി ഇന്റർസെക്ഷൻ ടി മൈനസ് ചെയ്താൽ മതി. n ഓഫ് ടി എന്ന് പറയുന്നത് 35 മൈനസ് 10 വിച്ച് ഇസ് ഈക്വൽ ടു 25. ടെന്നീസ് ഓൺലി നോട്ട് ക്രിക്കറ്റ് പറയുന്നത് കൊണ്ടാണ് ടി മൈനസ് സി എന്ന് പറയുന്ന കാര്യം കയറി വരുന്നത്. അതുപോലെ തന്നെ n ഓഫ് ടി മൈനസ് സി എന്ന് പറഞ്ഞ ആശയം കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? ടിയിലെ എലമെന്റ്സിന്റെ എണ്ണം നോക്കുക, ഇന്റർസെക്ഷനിലെ എലമെന്റ്സിന്റെ എണ്ണം നോക്കുക, രണ്ടും തമ്മിൽ മൈനസ് ചെയ്യുക. അതായത് ടെന്നീസ് ഇഷ്ടപ്പെടുന്ന ആൾക്കാർ ക്രിക്കറ്റുമായി ഒരു ബന്ധം വരണമെന്നുണ്ടെങ്കിൽ അത് എവിടെ മാത്രമേ ഉണ്ടാവുള്ളൂ? ഇന്റർസെക്ഷൻ മാത്രമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് ആ ഒരു കേസ് നമ്മളിവിടെ എന്ത് ചെയ്യുന്നത്? മൈനസ് ചെയ്ത് ചെയ്യുന്നത്. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇൻ എ സർവേ ഓഫ് 400 സ്റ്റുഡൻസ് ഇൻ എ സ്കൂൾ, ഒരു സ്കൂളിൽ 400 കുട്ടികളാണുള്ളത്. 100 വേർ ലിസ്റ്റഡ് ആസ് ടേക്കിംഗ് ആപ്പിൾ ജ്യൂസ്, അതിൽ 100 കുട്ടികളാണ് ആപ്പിൾ ജ്യൂസ് സെലക്ട് ചെയ്യുന്നത്. 150 വേർ ലിസ്റ്റഡ് ആസ് ടേക്കിംഗ് ഓറഞ്ച് ജ്യൂസ്, ഓറഞ്ച് ജ്യൂസ് സെലക്ട് ചെയ്യുന്നത് 150 സ്റ്റുഡൻസ് ആണ്. And 75 are listed as taking both apple as well as orange juice. 2 ടൈപ്പ് ജ്യൂസുകളും സെലക്ട് ചെയ്യുന്നത് 75 സ്റ്റുഡൻസ് ആണ് വരുന്നത്. എങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ഹൗ many സ്റ്റുഡൻസ് were taking neither apple juice nor orange juice. 2 ടൈപ്പ് ജ്യൂസുകളും സെലക്ട് ചെയ്യാത്ത എത്ര കുട്ടികളുണ്ട് എന്നുള്ളതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. സാധാരണയായി നമ്മൾ മൊത്തം ആളുകളുടെ എണ്ണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ മൊത്തം സ്റ്റുഡൻസിൻ്റെ എണ്ണം എന്ന് പറയുന്നത് യൂണിയൻ ആയിട്ടാണ് നമ്മൾ പറയാറുള്ളത്. പക്ഷേ ഇത്തരം ക്വസ്റ്റ്യൻസുകൾ വരുമ്പോൾ നമ്മൾ സർവേ നടത്തുന്നത് യൂണിവേഴ്സൽ സെറ്റിലുള്ള എലമെൻറ്റുകളുടെ എണ്ണമായിട്ട് നമ്മൾ വിചാരിക്കണം. അപ്പോൾ ഇവിടെ
400 സ്റ്റുഡൻസ് എന്ന് പറയുന്നത് എന്താണ്? എൻ ഓഫ് യു ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഗിവൺ കണ്ടീഷനിലേക്ക് പോകുമ്പോൾ ആദ്യം എഴുതാൻ പറ്റുന്നത് എന്താണ്? എൻ ഓഫ് യു എന്ന് പറയുന്നത് 400 ആണ്. അടുത്തത് എൻ ഓഫ് എ ഈക്വൽ ടു 100 എന്ന് പറഞ്ഞ് എഴുതുന്നു. എ എന്ന് പറയുന്ന സെറ്റ് ഞാൻ അവിടെ എടുത്തിരിക്കുന്നത് ആപ്പിൾ ജ്യൂസ് സെലക്ട് ചെയ്യുന്ന കുട്ടികളുടെ കളക്ഷൻ ആണ്. അപ്പോൾ എൻ ഓഫ് എ 100 ആയിരിക്കും. അതുപോലെ എൻ ഓഫ് ഒ എന്ന് പറയുന്നത് 150 ആയിരിക്കും. ഓറഞ്ച് ജ്യൂസ് സെലക്ട് ചെയ്യുന്ന കുട്ടികളെ ഒ എന്ന് പറയുന്ന കളക്ഷൻ അകത്താക്കാണ്. അങ്ങനെയാണെങ്കിൽ എൻ ഓഫ് ഒ എന്ന് പറയുന്നത് എന്തായിരിക്കും? 150 ആയിരിക്കും. എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ഒ എന്ന് പറയുന്നത് രണ്ടും സെലക്ട് ചെയ്യുന്ന ആൾക്കാർ എത്രയുണ്ട്? 75 ഉണ്ട്. നമുക്ക് കണ്ടെത്താനുള്ളത് എ എന്ന് പറയുന്ന സെറ്റ് ആപ്പിൾ ജ്യൂസ് സെലക്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ എ കോംപ്ലിമെന്റ് പറഞ്ഞാലോ ആപ്പിൾ ജ്യൂസ് സെലക്ട് ചെയ്യാത്ത ആൾക്കാരായിരിക്കും. അതുപോലെ തന്നെ ഓറഞ്ച് ജ്യൂസ് സെലക്ട് ചെയ്യുന്നവരാണ് ഒ എന്ന് പറഞ്ഞ കളക്ഷനിലുള്ളത്. ഒ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെലക്ട് ചെയ്യാത്ത കുട്ടികളായിരിക്കും. രണ്ടും സെലക്ട് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവയുടെ ഇന്റർസെക്ഷൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ഒ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞ കളക്ഷനിൽ എത്ര സ്റ്റുഡൻസ് വരും അല്ലെങ്കിൽ എത്ര എലമെന്റ്സ് വരും എന്നുള്ളതാണ് കണ്ടുപിടിക്കാനുള്ളത്. ഇങ്ങനെ കോംപ്ലിമെന്റുകളുടെ ഇന്റർസെക്ഷൻ വരുന്ന ചോദ്യങ്ങളുടെ കാര്യങ്ങളിലെല്ലാം യൂണിവേഴ്സൽ സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണത്തിൽ നിന്നും യൂണിയന്റെ എലമെന്റ്സിന്റെ എണ്ണം മൈനസ് ചെയ്താൽ മതി. ഇതൊരു ഫോർമുല പോലെ തന്നെ നിങ്ങൾ ഓർമ്മയിൽ വെക്കുക. അവിടേക്ക് എത്തുന്നത് ഡിമോർഗൻസ് ലോക്ക് ഉപയോഗിച്ചുകൊണ്ടാണ്. അത്ര ഡീപ്പായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. എന്തായാലും ഇതൊരു ഫോർമുല പോലെ നിങ്ങൾ ഓർമ്മയിൽ വെക്കുക. ഏത് രണ്ട് സെറ്റുകളുടെയും കോംപ്ലിമെന്റുകളുടെ ഇന്റർസെക്ഷനിലുള്ള എലമെന്റിന്റെ എണ്ണം കണ്ടെത്തേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണത്തിൽ നിന്നും യൂണിയന്റെ എലമെന്റ്സിന്റെ എണ്ണം എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. എൻ ഓഫ് യു എന്ന് പറയുന്നത് എത്രയാണ്? 400 മൈനസ് എൻ ഓഫ് എ യൂണിയൻ ഒ എന്ന് പറയുന്നത് എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ഒ മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ഒ. ഇത് നമ്മൾ പ്രത്യേകം അവിടെ എഴുതേണ്ടി വന്നു. എന്തുകൊണ്ടാണ്? നമ്മുടെ ചോദ്യത്തിൽ എവിടെയും യൂണിയനിൽ ഇത്ര എലമെന്റ് ഉണ്ടെന്ന് പറഞ്ഞിട്ടില്ല. പക്ഷേ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് അതിലേക്ക് കണക്ട് ചെയ്യാൻ ആവശ്യമായ എല്ലാ കാര്യങ്ങളും ചോദ്യത്തിൽ നമുക്ക് തന്നിട്ടുണ്ട്. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് തരാത്തത് കൊണ്ടാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടി വന്നത്? ഫോർമുല അപ്ലൈ ചെയ്യേണ്ടി വന്നത്. വിച്ച് ഇസ് ഈക്വൽ ടു 400 മൈനസ് 100 പ്ലസ് 150 മൈനസ് 75. 250 വരും. 75 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ 175 വരും. അപ്പോൾ 400 മൈനസ് 175 വിച്ച് ഇസ് ഈക്വൽ ടു 225. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. ഇൻ എ സർവേ ഓഫ് 600 സ്റ്റുഡൻസ് ഇൻ എ സ്കൂൾ. ഒരു സ്കൂളിൽ 600 കുട്ടികളാണുള്ളത്. 150 സ്റ്റുഡൻസ് വേർ ഫൗണ്ട് ടു ബി ടേക്കിംഗ് ടീ. അതിൽ 150 കുട്ടികളാണ് ടീ സെലക്ട് ചെയ്യുന്നത്. 225 ടേക്കിംഗ് കോഫി. കോഫി സെലക്ട് ചെയ്യുന്നത് 225 സ്റ്റുഡൻസ് ആണ്. 100 വേർ ടേക്കിംഗ് ബോത്ത് ടീ ആൻഡ് കോഫി. രണ്ടും ഒരുപോലെ സെലക്ട് ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 100 ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ ഹൗ മെനി സ്റ്റുഡൻസ് വേർ ടേക്കിംഗ് നെയ്തർ ടീ നോർ കോഫി. രണ്ട് ഡ്രിങ്ക്സുകളും സെലക്ട് ചെയ്യാത്ത എത്ര കുട്ടികളുണ്ട് എന്നുള്ളതാണ് നമ്മൾക്ക് കണ്ടെത്താനുള്ളത്. അപ്പോൾ ഇവിടെയും എൻ ഓഫ് യു എന്ന് പറയുന്നത് മൊത്തം കുട്ടികളുടെ എണ്ണം 600. എൻ ഓഫ് സി കോഫി സെലക്ട് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം 225. ടീ സെലക്ട് ചെയ്യുന്ന കുട്ടികളുടെ എണ്ണം എന്ന് പറയുന്നത് 150. രണ്ടും സെലക്ട് ചെയ്യുന്നവര് എൻ ഓഫ് സി ഇന്റർസെക്ഷൻ ടി ഈക്വൽ ടു 100. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? കോഫി സെലക്ട് ചെയ്യാൻ പാടില്ല, അപ്പൊ സി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞ ആശയം വരും. ടീ സെലക്ട് ചെയ്യാൻ പാടില്ല, അപ്പൊ ടി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞ ആശയം വരും. രണ്ടും സെലക്ട് ചെയ്യാൻ പാടില്ല, അപ്പൊ അവയുടെ എന്ത് വരും? ഇന്റർസെക്ഷൻ എന്ന് പറഞ്ഞ ആശയം വരും. മുൻപ് പറഞ്ഞ പോലെ തന്നെ യൂണിവേഴ്സൽ സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണത്തിൽ നിന്നും അവയുടെ യൂണിയനിലെ എലമെന്റ്സിന്റെ എണ്ണം എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. എൻ ഓഫ് യു എന്ന് പറയുന്നത് ഇവിടെ എത്രയാണ്? 600 മൈനസ് എൻ ഓഫ് സി യൂണിയൻ ടി. നേരിട്ടിട്ട് നമുക്കറിയില്ല, അപ്പൊ നമ്മൾ ഫോർമുല അപ്ലൈ ആണ്. എൻ ഓഫ് സി പ്ലസ് n of t minus n of c intersection t which is equal to 600 minus n of c എന്ന് പറയുന്നത് 225 plus 150 minus 100 which is equal to 600 minus 225 plus 150 എന്ന് പറഞ്ഞാൽ 375 വരും. 100 മൈനസ് ചെയ്യുമ്പോൾ 275 which is equal to 325. അടുത്ത ചോദ്യത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് തന്നിരിക്കുന്ന കാര്യങ്ങൾ ഇൻ എ സർവേ ഓഫ് 60 പീപ്പിൾ. 60 ആളുകളിൽ നമ്മളൊരു സർവേ നടത്തുകയാണ്. ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് 25 പീപ്പിൾ റീഡ് ന്യൂസ് പേപ്പർ എച്ച്.
ന്യൂസ് പേപ്പർ എച്ച് എന്ന് പറയുന്നത് റീഡ് ചെയ്യുന്ന 25 പീപ്പിൾ ഉണ്ട്. അതുപോലെ ന്യൂസ് പേപ്പർ ടി റീഡ് ചെയ്യുന്ന 26 പീപ്പിൾസ് ഉണ്ട്. ന്യൂസ് പേപ്പർ ഐ എന്ന് പറയുന്നത് റീഡ് ചെയ്യുന്ന 26 പീപ്പിൾസുകളുണ്ട്. 9 റീഡ് ബോത്ത് എച്ച് ആൻഡ് ഐ, എച്ചും ഐയും ഒരുപോലെ റീഡ് ചെയ്യുന്ന 9 പീപ്പിൾസ് ഉണ്ട്. അതുമാതിരി എച്ചും ടിയും ഒരുപോലെ റീഡ് ചെയ്യുന്ന 11 പീപ്പിൾസ് ഉണ്ട്. ടിയും ഐയും ഒരുപോലെ റീഡ് ചെയ്യുന്ന 8 പീപ്പിൾസുകളുണ്ട്. 3 ന്യൂസ് പേപ്പറും ഒരുപോലെ റീഡ് ചെയ്യുന്ന 3 പീപ്പിൾസുകളുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ മുമ്പിലുള്ള ആദ്യത്തെ ചോദ്യം, ദ നമ്പർ ഓഫ് പീപ്പിൾ ഹൂ റീഡ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദ ന്യൂസ് പേപ്പേഴ്സ്, മിനിമം ഒരു ന്യൂസ് പേപ്പറെങ്കിലും റീഡ് ചെയ്യുന്ന ആൾക്കാരുടെ എണ്ണം എത്രയാണ്? അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞൊരു വേർഡ് അതിലുള്ളത് കൊണ്ട് തന്നെ നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? യൂണിയൻ എന്ന് പറഞ്ഞ ആശയമാണ് കണ്ടുപിടിക്കാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ദ നമ്പർ ഓഫ് പീപ്പിൾ ഹൂ റീഡ് എക്സാക്ട്ലി വൺ ന്യൂസ് പേപ്പർ, കൃത്യമായി ഒരേ ഒരു ന്യൂസ് പേപ്പർ മാത്രം റീഡ് ചെയ്യുന്ന എത്ര ആളുകളുണ്ട്? അപ്പോൾ അവിടെ ശരിക്കും 3 കേസുകൾ വരും. എച്ച് മാത്രം റീഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ടി മാത്രം റീഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും, ഐ മാത്രം റീഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. അവിടെ ഗിവൺ കണ്ടീഷൻസുകളിലേക്ക് നമുക്ക് ആദ്യം ഒന്ന് പോയി നോക്കാം. ഇവിടെ 3 ഒബ്ജക്റ്റുകൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ മൂന്നാമത്തെ ഫോർമുലയാണ് നമുക്കിവിടെ എന്ത് ചെയ്യേണ്ടി വരിക? അപ്ലൈ ചെയ്യേണ്ടി വരിക. ഗിവൺ കണ്ടീഷനുകളിൽ എൻ ഓഫ് എച്ച് എന്ന് പറയുന്നത് 25, എൻ ഓഫ് ടി എന്ന് പറയുന്നത് 26, എൻ ഓഫ് ഐ എന്ന് പറയുന്നത് 26, എൻ ഓഫ് എച്ച് ഇന്റർസെക്ഷൻ ഐ എന്ന് പറയുന്നത്, എച്ച് ഇന്റർസെക്ഷൻ ഐ എന്ന് പറയുന്നതിൽ എന്താണ് വരുന്നത്? 9 പേര്. എൻ ഓഫ് എച്ച് ഇന്റർസെക്ഷൻ ടി, എച്ച് ഇന്റർസെക്ഷൻ ടി എന്ന് പറഞ്ഞ കാര്യത്തിൽ എത്ര ആൾക്കാർ വരുന്നുണ്ട്? 11 പേര്. എൻ ഓഫ് ടി ഇന്റർസെക്ഷൻ ഐ, ടി ഇന്റർസെക്ഷൻ ഐയിൽ എത്ര പേരുണ്ട്? 8 പേരുണ്ട്. എൻ ഓഫ് എച്ച് ഇന്റർസെക്ഷൻ ടി ഇന്റർസെക്ഷൻ ഐ എത്ര പേര് വരുന്നുണ്ട്? 3 പേര് വരുന്നുണ്ട്. ഇത്രയുമാണ് നമ്മുടെ ഗിവൺ കണ്ടീഷൻസുകൾ കയറി വരുന്നത്. ഒന്നാമത്തെ സബ് ക്വസ്റ്റിൽ നമുക്ക് കാണാനുള്ളത് എന്താണ്? എൻ ഓഫ് എച്ച് യൂണിയൻ ടി യൂണിയൻ ഐ. ഫോർമുല പ്രകാരം ഇതിനെ എങ്ങനെ എഴുതാം? എൻ ഓഫ് എച്ച് പ്ലസ് എൻ ഓഫ് ടി പ്ലസ് എൻ ഓഫ് ഐ മൈനസ് എൻ ഓഫ് എച്ച് ഇന്റർസെക്ഷൻ ഐ മൈനസ് എൻ ഓഫ് എച്ച് ഇന്റർസെക്ഷൻ ടി മൈനസ് എൻ ഓഫ് ടി ഇന്റർസെക്ഷൻ ഐ പ്ലസ് എൻ ഓഫ് എച്ച് ഇന്റർസെക്ഷൻ ടി ഇന്റർസെക്ഷൻ ഐ വിച്ച് ഇസ് ഈക്വൽ ടു എൻ ഓഫ് എച്ച് എന്ന് പറയുന്നത് 25 പ്ലസ് 26 പ്ലസ് 26 മൈനസ് 9 മൈനസ് 11 മൈനസ് 8 പ്ലസ് 3 which is equal to 25 പ്ലസ് 26 പ്ലസ് 26 പ്ലസ് 3. എല്ലാ നമ്പറുകളും തമ്മിൽ ആഡ് ചെയ്യാം. ആഡ് ചെയ്യുമ്പോൾ 20 പ്ലസ് 20 40 വരും, 40 പ്ലസ് 20 60 വരും, 66 72 77 77 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ എത്ര വരും? 80 വരും. ഒരേ സിമ്പിളോട് കൂടിയിട്ടുള്ള നെഗറ്റീവ് സിമ്പിളോട് കൂടിയിട്ടുള്ളത് എന്ത് ചെയ്യുക? ആഡ് ചെയ്യുമ്പോൾ 9 പ്ലസ് 11 20 വരും, 20 പ്ലസ് 8 28 വരും. അതായത് അത് ടോട്ടലായിട്ട് വരുന്ന എത്രയാണ്? -28. 80 മൈനസ് 28 എന്ന് പറഞ്ഞാൽ 52 എന്ന് പറയുന്ന ആശയം കിട്ടുന്നു. രണ്ടാമത്തെ സബ് ക്വസ്റ്റിനിലേക്ക് പോകുമ്പോൾ നമുക്ക് കൃത്യം ഒരു ന്യൂസ് പേപ്പർ മാത്രം വായിക്കുന്ന ആൾക്കാരുടെ എണ്ണമാണ് കിട്ടേണ്ടത്. അവിടെ 3 കാറ്റഗറി വരും എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ബോർഡിൽ എന്ത് എഴുതിയിരിക്കുന്നത്? എൻ ഓഫ് റീഡ് എക്സാക്ട്ലി വൺ ന്യൂസ് പേപ്പർ എന്ന് പറയുന്ന കാര്യം എൻ ഓഫ് എച്ച് ഓൺലി പ്ലസ് എൻ ഓഫ് ടി ഓൺലി പ്ലസ് എൻ ഓഫ് ഐ ഓൺലി. അതായത് എച്ച് എന്ന് പറഞ്ഞ ന്യൂസ് പേപ്പർ മാത്രം വായിക്കുന്ന ആൾക്കാരുടെ എണ്ണം വേണം, ടി മാത്രം വായിക്കുന്ന ആൾക്കാരുടെ എണ്ണം വേണം, ഐ മാത്രം വായിക്കുന്ന ആൾക്കാരുടെ എണ്ണം വേണം. നമുക്കിതിലെ ഓരോ കാര്യവുമായിട്ട് നമുക്കൊന്ന് കണ്ടെത്തി നോക്കാം. എൻ ഓഫ് എച്ച് ഓൺലി, എൻ ഓഫ് എച്ച് ഓൺലി എന്ന് പറഞ്ഞ കാര്യം കണ്ടുപിടിക്കണമെങ്കിൽ എൻ ഓഫ് എച്ച് മൈനസ് എൻ ഓഫ് എച്ച് ഇന്റർസെക്ഷൻ ടി മൈനസ് എൻ ഓഫ് എച്ച് ഇന്റർസെക്ഷൻ ഐ പ്ലസ് എൻ ഓഫ് എച്ച് ഇന്റർസെക്ഷൻ ടി ഇന്റർസെക്ഷൻ ഐ. അതായത് എച്ച് ഓൺലി കിട്ടണമെന്നുണ്ടെങ്കിൽ എൻ ഓഫ് എച്ച് എന്ന് പറയുന്ന ആശയം നമുക്ക് അറിയാം. അതിൽ നിന്ന് എച്ച് ടിയുമായി ഇന്റർസെക്ഷൻ വരുന്ന കാര്യവും ഐയുമായി ഇന്റർസെക്ഷൻ വരുന്ന കാര്യവും നമ്മൾ എന്ത് ചെയ്യണം? മൈനസ് ചെയ്യണം. 3ലേക്കും കണക്ഷൻ വരുന്നത് എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. കാരണം നമ്മൾ ചോദിക്കുന്ന സമയത്ത് എച്ച് എന്ന് പറഞ്ഞ ന്യൂസ് പേപ്പർ റീഡ് ചെയ്ത ആൾക്കാർ നീച്ചു നിൽക്കാൻ പറയുമ്പോൾ എന്ത് വരും? ഈ പറഞ്ഞ ആൾക്കാർ അവിടെ നീച്ചു നിൽക്കും. 3ഉം ഒരുപോലെ ഇഷ്ടപ്പെടുന്നവരാണ്. അപ്പോൾ ഇവിടെ എങ്ങനെ
ന്യൂസ് പേപ്പർ എച്ചിനെ കുറിച്ചാണ് പ്രതിപാദിക്കുന്നതെങ്കിൽ അതിന് മാത്രമേ ഇമ്പോർട്ടൻസ് ഉള്ളൂ. അതുകൊണ്ട് ഈ 3 പേരെ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യുകയാണ് വേണ്ടത്. കണക്ട് ചെയ്യുമ്പോൾ എന്ത് വരും, എൻ ഓഫ് എച്ച് എന്ന് പറയുന്നത് 25 മൈനസ് എൻ ഓഫ് എച്ച് ഇന്റർസെക്ഷൻ ടി, എച്ച് ഇന്റർസെക്ഷൻ ടി എന്ന് പറയുന്നത് 11 മൈനസ് എൻ ഓഫ് എച്ച് ഇന്റർസെക്ഷൻ ഐ, ഐ എന്ന് പറയുന്നത് 9 പ്ലസ് 3 വിച്ച് ഇസ് ഈക്വൽ ടു 25 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 28 വരും, മൈനസ് 20 ഈക്വൽ ടു 8. എൻ ഓഫ് ടി ഓൺലി ഇതുപോലെ തന്നെ എന്ത് വരും, എൻ ഓഫ് ടി മൈനസ് എൻ ഓഫ് എച്ച് ഇന്റർസെക്ഷൻ ടി മൈനസ് എൻ ഓഫ് ടി ഇന്റർസെക്ഷൻ ഐ പ്ലസ് എൻ ഓഫ് എച്ച് ഇന്റർസെക്ഷൻ ടി ഇന്റർസെക്ഷൻ ഐ ഇസ് ഈക്വൽ ടു എൻ ഓഫ് ടി എന്ന് പറയുന്നത് 26 മൈനസ് എൻ ഓഫ് എച്ച് ഇന്റർസെക്ഷൻ ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 11 മൈനസ് എൻ ഓഫ് ടി ഇന്റർസെക്ഷൻ ഐ എന്ന് പറയുന്നത് 8 പ്ലസ് 3 വിച്ച് ഇസ് ഈക്വൽ ടു 26 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 29 മൈനസ് 19 വിച്ച് ഇസ് ഈക്വൽ ടു 10. എൻ ഓഫ് ഐ ഓൺലി എൻ ഓഫ് ഐ മൈനസ് എൻ ഓഫ് എച്ച് ഇന്റർസെക്ഷൻ ഐ മൈനസ് എൻ ഓഫ് ടി ഇന്റർസെക്ഷൻ ഐ പ്ലസ് എൻ ഓഫ് ടി ഇന്റർസെക്ഷൻ എച്ച് ഇന്റർസെക്ഷൻ ഐ വിച്ച് ഇസ് ഈക്വൽ ടു എൻ ഓഫ് ഐ എന്ന് പറയുന്നത് 26 മൈനസ് എൻ ഓഫ് എച്ച് ഇന്റർസെക്ഷൻ ഐ എന്ന് പറയുന്നത് 9 മൈനസ് എൻ ഓഫ് ടി ഇന്റർസെക്ഷൻ ഐ എന്ന് പറയുന്നത് 8 പ്ലസ് 3 വിച്ച് ഇസ് ഈക്വൽ ടു 29 മൈനസ് 17 വിച്ച് ഇസ് ഈക്വൽ ടു 12. ഇത് ഓരോന്നും ഓരോ കേസുകളാണ്. നമ്മൾക്ക് ശരിക്കും കിട്ടേണ്ട ആൻസറിൽ എന്ത് ചെയ്യണം, ഈ കിട്ടിയ ഓരോ ആൻസറുകളും നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്ത് എഴുതണം. ആഡ് ചെയ്ത് എഴുതുമ്പോൾ എത്ര വരും, 8 പ്ലസ് 10 18 വരും, 18 പ്ലസ് 12 എന്ന് പറഞ്ഞാൽ എത്ര വരും, 30 വരും. അപ്പോൾ നമ്മുടെ ചോദ്യത്തിന്റെ ആൻസർ എന്ന് പറയുന്നത് എത്രയായിരിക്കണം, 30 എന്ന് പറയുന്ന ആൻസർ ആയിരിക്കണം. അടുത്ത ചോദ്യം ഒന്ന് ശ്രദ്ധിക്കുക. ഔട്ട് ഓഫ് 500 കാർ ഓണേഴ്സ് ഇൻവെസ്റ്റിഗേറ്റഡ് 400 ഓൺഡ് കാർ എ, 500 കാർ ഓണേഴ്സിന്റെ സർവേ നടത്തിയപ്പോൾ കാർ എ എന്ന് പറയുന്ന മോഡല് ഉള്ള 400 പേരുണ്ട്, കാർ ബി എന്ന് പറയുന്നതുള്ള 200 പേരുണ്ട്, എ എന്ന് പറയുന്നത് ബി എന്ന് പറയുന്ന കാറുകളുള്ള 50 പേരുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ തന്നിരിക്കുന്ന ഡാറ്റ കറക്റ്റ് ആണോ എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചോദ്യം. കാർ എ എന്ന് പറയുന്ന കാര്യമുള്ള ആൾക്കാരെ ഒരു കളക്ഷൻ ആക്കി മാറ്റുകയാണ്. എ എന്ന് പറയുന്ന കളക്ഷൻ ആക്കാണ്. അപ്പോൾ എൻ ഓഫ് എ എന്ന് പറയുന്നത് എത്രയായിരിക്കും, 400 ആയിരിക്കും. അതുപോലെ തന്നെ എൻ ഓഫ് ബി എന്ന് പറയുന്നത് 200 ആയിരിക്കും. എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 50 ആയിരിക്കും. നമ്മുടെ ജനറൽ കേസിൽ വരുന്ന ഫോർമുല എന്താണ്, എൻ ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. നമുക്കറിയാവുന്ന ഡാറ്റകൾ ഇതിലേക്ക് ഒന്ന് കൊടുക്കുകയാണ്. അവിടെ 400 വരും, പ്ലസ് 200 വരും, മൈനസ് 50 വരും, വിച്ച് ഇസ് ഈക്വൽ ടു 600 മൈനസ് 50 എന്ന് പറഞ്ഞ കാര്യമാണ് വരിക. അതായത് 600 മൈനസ് 50 വിച്ച് ഇസ് ഈക്വൽ ടു 550. എൻ ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് 550 ആണ്. ശരിക്കും നിങ്ങൾ നോക്കി നോക്കൂ, മൊത്തം കാർ ഓണേഴ്സ് എന്ന് പറയുന്ന ആകെ എത്രയേ ഉള്ളൂ, 500 കാർ ഓണേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എൻ ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് മാക്സിമം ഏതുവരെയാണ് എത്താൻ വേണ്ടി പറ്റുള്ളൂ, 500 എന്ന് പറഞ്ഞ ആശയം വരെയാണ് എത്താൻ വേണ്ടി പറ്റുകയുള്ളൂ. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്നതിൽ 550 ആണ് നമുക്ക് ആൻസർ കിട്ടിയിരിക്കുന്നത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ തന്നിരിക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇൻകറക്റ്റ് ഡാറ്റ ആയിട്ടാണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം, ദിസ് ഡാറ്റ ഈസ് ഇൻകറക്റ്റ്. ഇതിന്റെ കാരണം എന്താണ്, നമ്പർ ഓഫ് എസ് യൂണിയൻ ടി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ഓഫ് യു ആയിരിക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനൊരു ഐഡിയ നമ്മളതിൽ പറഞ്ഞത്, നമുക്കറിയാവുന്ന കാര്യം എന്താ, എസ് യൂണിയൻ ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിവേഴ്സൽ സെറ്റിന്റെ സബ്സെറ്റോ അല്ലെങ്കിൽ പരമാവധി അതിനോട് ഈക്വൽ ആവുകയോ ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിലെ എലമെന്റിന്റെ എണ്ണവും ഇതിലെ എലമെന്റിന്റെ എണ്ണവും തമ്മിലുള്ള കണക്ഷൻ എന്താ വരിക, എൻ ഓഫ് എസ് യൂണിയൻ ടി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ഓഫ് യു എന്ന് പറഞ്ഞ ആശയമാണ് വരിക. ഇവിടെ ആകെ 500 കാർ ഓണേഴ്സ് മാത്രമേ ഉള്ളൂ. അപ്പൊ എൻ ഓഫ് യു എന്ന് പറഞ്ഞാൽ എത്രയാണ് വരിക, 500 ആണ് വരിക. പക്ഷെ നമ്മൾ യൂണിയൻ എടുത്ത സമയത്ത്, ഇപ്പൊ എയും ബിയും ആണ് നമ്മളിവിടെ സെറ്റ് ആയിട്ട് എടുക്കുന്നത്. അപ്പൊ അതിന് യൂണിയൻ എടുക്കുന്ന സമയത്ത് പക്ഷെ നമുക്ക് കിട്ടുന്നത് എത്രയാണ്, 550 ആണ്. അത് ഈ പറഞ്ഞ കണ്ടീഷനെ വയലേറ്റ് ചെയ്യുന്നു. അതുകൊണ്ടാണ് നമ്മൾ എന്ത് എഴുതിയത്, ദിസ് ഡാറ്റ ഈസ് ഇൻകറക്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ കൺക്ലൂഡ് ചെയ്തിരിക്കുന്നത്.
അടുത്ത ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് മാർക്കറ്റ് റിസർച്ച് ഗ്രൂപ്പ് ഒരു സർവേ കണ്ടക്ട് ചെയ്യാണ്. 1000 കൺസ്യൂമേഴ്സിൽ ഒരു സർവേ നടത്തുകയാണ്. അതിൽ 720 കൺസ്യൂമേഴ്സിന് പ്രോഡക്റ്റ് എയിനോടാണ് കൂടുതൽ താല്പര്യം, 450 കൺസ്യൂമേഴ്സിന് പ്രോഡക്റ്റ് ബിയുമായിട്ടാണ് കൂടുതൽ താല്പര്യം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വാട്ട് ഈസ് ദ ലീസ്റ്റ് നമ്പർ ദാറ്റ് മസ്റ്റ് ഹാവ് ലൈക്ക്ഡ് ബോത്ത് പ്രോഡക്ട്സ്? രണ്ട് പ്രോഡക്റ്റുമായിട്ട് താല്പര്യമുള്ള മിനിമം എത്ര ആൾക്കാരെ കണ്ടെത്താൻ വേണ്ടി പറ്റും? ഇതാണ് നമ്മുടെ മുൻപിലുള്ള ചോദ്യം വരുന്നത്. അപ്പോൾ ഗിവൺ കണ്ടീഷൻസുകൾ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? മൊത്തം കൺസ്യൂമേഴ്സിന്റെ എണ്ണം എന്ന് പറഞ്ഞ ആശയം നമുക്ക് തന്നിട്ടുണ്ട്. മൊത്തം കൺസ്യൂമേഴ്സിന്റെ എണ്ണം എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിവേഴ്സൽ സെറ്റിലെ എലമെന്റ്സിന്റെ എണ്ണം എത്രയാണ് തന്നിട്ടുണ്ട്? 1000 ആണെന്ന് തന്നിട്ടുണ്ട്. കൂടാതെ എൻ ഓഫ് എ എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ എണ്ണം 720. എൻ ഓഫ് ബി, ബി എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ എണ്ണം 450. നമുക്കറിയാവുന്ന കാര്യം എന്താണ്? എൻ ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അതെന്തിനു തുല്യമായിരിക്കും? എൻ ഓഫ് എ പ്ലസ് എൻ ഓഫ് ബി മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബിക്ക് തുല്യമായിരിക്കും. അതായത് എൻ ഓഫ് എ എന്ന് പറയുന്നത് എത്രയാണ്? 720 പ്ലസ് എൻ ഓഫ് ബി എന്ന് പറയുന്നത് 450 മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി വിച്ച് ഇസ് ഈക്വൽ ടു 720 പ്ലസ് 450 എന്ന് പറയുന്നത് 1170 മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ യൂണിവേഴ്സൽ സെറ്റിൽ ആകെ 1000 പേരാണുള്ളത്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തൊട്ട് മുന്നത്തെ ചോദ്യത്തിൽ പറഞ്ഞതുപോലെ എസ് യൂണിയൻ ടി സബ്സെറ്റ് ഓർ ഈക്വൽ ടു യു എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ഇവിടെ എന്ത് പറയാം? ഇവിടെ എയും ബിയും എടുത്തിരിക്കുന്നത് കൊണ്ട് എ യൂണിയൻ ബി എന്ന് പറയുന്നത് സബ്സെറ്റ് ഓർ ഈക്വൽ ടു യു ആയിരിക്കും. അതായത് നമ്പർ ഓഫ് എ യൂണിയൻ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു നമ്പർ ഓഫ് യു ആയിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന കാര്യം എന്താണ്? 1170 മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ആണ് യൂണിയൻ എന്ന് പറഞ്ഞ ആൻസർ കിട്ടിയിരിക്കുന്നത്. എൻ ഓഫ് യു എന്ന് പറയുന്നത് എത്രയാണ്? 1000 എന്ന് പറഞ്ഞ കാര്യമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എൻ ഓഫ് എ യൂണിയൻ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ഓഫ് യു എന്ന് പറഞ്ഞ കണ്ടീഷൻ നിലനിൽക്കുകയും വേണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കണക്ട് ചെയ്യാം? 1170 മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്തായിരിക്കണം? 1000 ആയിരിക്കണം. അതായത് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നതിന്റെ മിനിമം വാല്യൂ എന്തായിരിക്കണം? 170 എന്ന് പറഞ്ഞ ആശയമായിരിക്കണം. കാരണം ഇതിൽ നിന്ന് 170 മൈനസ് ചെയ്താൽ മാത്രമേ എന്താവുള്ളൂ? ഈക്വലൈസ് ആവുകയുള്ളൂ. ഈ ഫോർമുല ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ. എൻ ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്ന കാര്യം മാക്സിമം ആവണമെങ്കിൽ ഇവിടെ നമ്മൾ മൈനസ് ചെയ്യുന്നത് ഏറ്റവും കുറവായിരിക്കണം. അതായത് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് എന്തായിരിക്കണം? ലീസ്റ്റ് ആയിരിക്കണം. ഇനി നമ്മൾക്ക് അറിയാവുന്ന കാര്യം എന്താണ്? എ യൂണിയൻ ബി എന്ന് പറയുന്നത് സബ്സെറ്റ് ഓർ ഈക്വൽ ടു യു ആയിരിക്കും. അതായത് എൻ ഓഫ് എ യൂണിയൻ ബി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ഓഫ് യു ആയിരിക്കണം. എൻ ഓഫ് യു എത്രയാണ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്? 1000 ആണെന്നുള്ള ആശയം പറഞ്ഞിട്ടുണ്ട്. എൻ ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്? 1170 മൈനസ് എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞ ആശയമാണ്. എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞ കളക്ഷനിലുള്ള എലമെന്റ്സിന്റെ എണ്ണം എന്ന് പറയുന്നതിന്റെ ലീസ്റ്റ് കേസിലേക്ക് പോകുമ്പോൾ അത് എത്രയായിരിക്കണം? 170 എന്ന് പറഞ്ഞ ആശയമായിരിക്കണം. അപ്പോൾ നമുക്ക് എന്ത് കൺക്ലൂഡ് ചെയ്യാം? എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നതിന്റെ ലീസ്റ്റ് കേസിലേക്ക് പോകുന്നത് എപ്പോഴാണ്? 170 ആകുമ്പോഴാണ്. ഇൻ എ സർവേ ഇറ്റ് വാസ് ഫൗണ്ട് ദാറ്റ് 21 പീപ്പിൾ ലൈക്ക്ഡ് പ്രോഡക്റ്റ് എ. പ്രോഡക്റ്റ് എ ഇഷ്ടപ്പെടുന്ന 21 പേരുണ്ട്, പ്രോഡക്റ്റ് ബി ഇഷ്ടപ്പെടുന്ന 26 പേരുണ്ട്, പ്രോഡക്റ്റ് സി ഇഷ്ടപ്പെടുന്ന 29 പേരുണ്ട്. എയും ബിയും ഇഷ്ടപ്പെടുന്ന 14 പേര്, അതുപോലെ സിയും എയും ഇഷ്ടപ്പെടുന്ന 12 പേര്, ബിയും സിയും ഇഷ്ടപ്പെടുന്ന 14 പേര്, എല്ലാം ഇഷ്ടപ്പെടുന്ന 8 പേര്. ഇത്രയും ഡാറ്റകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ ഗിവൺ കണ്ടീഷൻസുകൾ എന്തൊക്കെയാണ് തന്നിരിക്കുന്നത്? ഇതിൽ എൻ ഓഫ് എ എന്ന് പറയുന്നത് 21, എൻ ഓഫ് ബി എന്ന് പറയുന്നത് 26, എൻ ഓഫ് സി എന്ന് പറയുന്നത് 29, എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 14, എൻ ഓഫ് സി ഇന്റർസെക്ഷൻ എ എന്ന് പറയുന്നത് 12, എൻ ഓഫ് ബി ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്നത് 14, എൻ ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഇന്റർസെക്ഷൻ സി എന്ന് പറയുന്നത് 8. നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? ഹൗ മെനി ലൈക്ക്ഡ് പ്രോഡക്റ്റ് സി ഓൺലി. സി മാത്രം ഇഷ്ടപ്പെടുന്ന എത്ര ആൾക്കാരുണ്ട്? ഇതാണ് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത്. എൻ ഓഫ് സി ഓൺലി
ഈക്വൽ ടു n of c മൈനസ് n of c intersection b minus n of c intersection a plus n of a intersection b intersection c. n of c എന്ന് പറയുന്നത് 29 മൈനസ് n of c intersection b, c intersection b എന്ന് പറയുന്നത് 14 മൈനസ് n of c intersection a, c intersection a എന്ന് പറയുന്നത് 12 പ്ലസ് n of a intersection b intersection c എന്ന് പറയുന്നത് 8. 29 പ്ലസ് 8 എന്ന് പറഞ്ഞാൽ 37 വരും മൈനസ് 26. This is equal to 11. അപ്പോൾ സി മാത്രം ഇഷ്ടപ്പെടുന്ന എത്ര ആൾക്കാരുണ്ട്? 11 ആൾക്കാരാണ് വരുന്നത്. അപ്പോൾ 3 ഒബ്ജക്റ്റുകൾ വരുമ്പോൾ ഓൺലി കേസുകൾ കണ്ടുപിടിക്കുന്നത് ഈ ഒരു രീതിയിലാണ്. എന്നാൽ 2 ഒബ്ജക്റ്റുകൾ വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുക? ഏതിൻ്റെയാണോ ഓൺലി കേസ് കാണേണ്ടത് അതിൻ്റെ മൊത്തം എലമെൻ്റ് എണ്ണത്തിൽ നിന്നും ഇൻ്റർസെക്ഷണൽ എലമെൻ്റ് എണ്ണം മൈനസ് ചെയ്ത് നിർത്തും. ഇവിടെ അങ്ങനെയല്ല, ഈ 2 ഇൻ്റർസെക്ഷൻസുകൾ വരുന്നതെല്ലാം മൈനസ് ചെയ്യും, മൊത്തം ഇൻ്റർസെക്ഷൻ വരുന്ന എന്ത് ചെയ്യും? ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത്രയും ചോദ്യങ്ങളാണ് നമുക്ക് പ്രാക്ടിക്കൽ പ്രോബ്ലംസ് എന്ന് പറഞ്ഞ ഭാഗത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. പബ്ലിക് എക്സാമിനേഷന് സാധാരണയായി സയൻസ് ബാച്ചുകൾക്ക് പ്രാക്ടിക്കൽ പ്രോബ്ലം ഭാഗത്ത് നിന്ന് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവാറുണ്ട്. അതുമാതിരി ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ് എന്ന് പറഞ്ഞതിനെ ബേസ് ചെയ്തുകൊണ്ടുള്ള ക്വസ്റ്റ്യനുമാണ് സാധാരണയായി കാണാറുള്ളത്. ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് നമുക്ക് ഒന്നാമത്തെ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കുവാനുള്ളത്. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. ലാസ്റ്റ് സെക്ഷൻസിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നു കഴിഞ്ഞിട്ടുള്ള ചോദ്യങ്ങളുടെ മോഡൽസുകളെല്ലാം നമ്മൾ ഉൾപ്പെടുത്തിയിട്ടാണ് ക്ലാസ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. എല്ലാ ക്വസ്റ്റ്യൻസുകളും നല്ലതുപോലെ ചെയ്തു പഠിക്കുക. പുതിയൊരു ചാപ്റ്ററുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ബൈ.